നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സാറ്റലൈറ്റ് റിസീവറിന്റെ വീഡിയോ ആണ്. സോളിഡ് 7299 HEVC S2X 8-ബിറ്റ് സെറ്റ് ടോപ്പ് ബോക്സിന്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ചാനൽ സ്കാനിങ് വീഡിയോ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമുക്ക് ഔട്ടർ ബോക്സിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഔട്ടർ ബോക്സിന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. HEVC പിന്നെ അതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. MPEG-4 HEVC H265 എന്നൊക്കെ പറയാം. HEVC പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ലോഗോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് 7 days EPG DD ഫ്രീ ഡിഷ് ഫ്രീ IPTV എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീ IPTV ഒക്കെ അതിനകത്ത് സോളിഡിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ വൈഫൈ ആന്റിന ഫ്രീ ആണ് ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിന്റെ കൂടെ. ദിലോസിന്റെ വൈഫൈ ആന്റിന ഒക്കെ ആയിരിക്കും ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ വരുന്നത്. അതുകൂടാതെ ബാക്ക് സൈഡിൽ കുറച്ചുകൂടെ IPTVയുടെ ഒക്കെ തന്നെ പെയ്ഡ് IPTV സർവീസിന്റെ ഒക്കെ ഫ്രീ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സോളിഡിൽ വിളിച്ചിട്ട് അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഫ്രീ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഇനി അൺബോക്സിംഗ് ഒന്ന് നോക്കാം. വീഡിയോ കുറച്ച് ലെങ്തി ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് സാറ്റലൈറ്റ് ആഡ് ചെയ്യുന്നതും സ്കാൻ ചെയ്യുന്നതും TP ആഡ് ചെയ്യുന്നതും ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ അത്രയും എടുത്തത്. ഏകദേശം ഒരു 13 മിനിറ്റോളം വരും. നമുക്ക് എന്തായാലും അൺബോക്സിംഗിലേക്ക് പോവാം. നല്ലൊരു റിമോട്ട് ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ വരുന്നുണ്ട്. ലേണിംഗ് റിമോട്ടാണ്, വൈറ്റ് റിമോട്ട്, നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയ നല്ല റിമോട്ടാണ്. അതുകൂടാതെ HDMI കേബിളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള HDMI കേബിളാണ് വരുന്നത്. ഇതിപ്പോൾ കാണിക്കുന്നത് അഡാപ്റ്റർ ആണ്. 12 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്റർ ആണ് കാണിക്കുന്നത്. ക്വാളിറ്റിയുള്ള അഡാപ്റ്റർ ആണ്. സോളിഡ് പുതിയ വരുന്ന സെറ്റ് ടോപ്പ് ബോക്സിന്റെ കൂടെയൊക്കെ വരുന്ന അക്സറീസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ നേരത്തെ വന്നുകൊണ്ടിരുന്ന സെറ്റ് ടോപ്പ് ബോക്സിനെക്കാട്ടി ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് തന്നെ അവര് നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലോ കോസ്റ്റ് ആണെങ്കിലും. കാരണം വെച്ച് കഴിഞ്ഞാല് ഏകദേശം സോളിഡിന്റെ സെറ്റ് ടോപ്പ് ബോക്സ് എല്ലാം വരുന്നത് 2000 രൂപയുടെ താഴെയാണ് വരുന്നത്. ഏകദേശം 1400, 1500, 1600, 1800 വരെയൊക്കെയുള്ള സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ചില ബോക്സുകളൊക്കെ ആൻഡ്രോയിഡ് അങ്ങനെയുള്ള ബോക്സുകളൊക്കെയാണ് കുറച്ചുകൂടെ എമൗണ്ട് കൂടുന്നത്. എന്നാലും മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം മദർ ബോർഡ് ആണെങ്കിലും അതിനകത്തിരിക്കുന്നത് ഞാൻ പല ബോക്സുകളും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയാണ്. 7299 എന്ന് പറഞ്ഞ സെറ്റ് ബോക്സിന്റെ ഫ്രണ്ട് സൈഡാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ LNB, then USB, HDMI, AV, then 12 വോൾട്ട് അഡാപ്റ്റർ ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ. ഇത്രയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. രണ്ട് സൈഡിലും വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ദെൻ ഫ്രണ്ടിൽ ഒരു USB പോർട്ട് ഉണ്ട്, ബട്ടൺസ് ഉണ്ട്, മെനു ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഇത്രയാണ് ഈ ഒരു ബോക്സിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ബട്ടൺസും ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. ബ്ലാക്ക് ബോഡിയാണ്, ഫൈബർ ബോഡിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വൈഫൈ അഡാപ്റ്റർ വരുന്നുണ്ടെന്ന് തമ്പനയിലിൽ തന്നെ കാണിച്ചായിരുന്നു. ദിലോസിന്റെ വൈഫൈ അഡാപ്റ്റർ ആണ്. 8188 എന്ന് പറഞ്ഞ ചിപ്സെറ്റിന്റെ വൈഫൈ അഡാപ്റ്റർ ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്തൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഈ വൈഫൈ അഡാപ്റ്റർ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതിൻ്റെ കൂടെ വരുന്ന ഒറിജിനൽ ആ ഒരു ഫേംവെയറിൽ തന്നെ നമുക്ക് ഇതിന്റെ വൈഫൈ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്തായാലും സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡിന്റെ ഒറിജിനൽ വൈഫൈ ഉണ്ട്, ആ ഒരു കവറിൽ വരുന്ന ഒരു വൈഫൈ ഉണ്ട്. അത് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ വരുന്നൊരു വൈഫൈ അഡാപ്റ്ററാണ്. അപ്പൊ അത് കണക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിന്റെ പ്രത്യേകത ഞാൻ കണ്ടത്, ഓൺ ചെയ്ത് വരുമ്പോൾ ഒരു ജസ്റ്റ് ആ OTT പ്ലേയുടെ ഒക്കെ ഒരു പരസ്യം കാണിച്ചു കഴിഞ്ഞിട്ടാണ് ബൂട്ട് ലോഗോ വരുന്നത്. ഇതേവരെ ഉണ്ടായിരുന്ന എല്ലാ സെറ്റ് ടോപ്പ് ബോക്സ് എടുക്കുമ്പോഴും സാധാരണ രീതിയിൽ സോളിഡിന്റെ ബൂട്ട് ലോഗോ ആണ് ഫസ്റ്റ് വരുന്നത്. ഞാൻ ഏകദേശം 2016 അതിനു മുമ്പ് തൊട്ട് തന്നെ സോളിഡിന്റെ സെറ്റ് ടോപ്പ് ബോക്സ് വാങ്ങിക്കുക, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഫസ്റ്റ് വന്നിട്ട് പിന്നെ ബൂട്ട് ലോഗോ വരുന്നത്. 128 MB ഒരു IC ആണ്, മെമ്മറി IC ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. 16 MB സോഫ്റ്റ്വെയർ ആണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ, സൈസുള്ള സോഫ്റ്റ്വെയറും ഫാസ്റ്റ് ചാനൽ സ്കാനിങ്ങും മൂവിങ്ങും എല്ലാം നല്ല ഫാസ്റ്റ് ആണ്. കാരണം വെച്ചാൽ 1 GB റാമും നല്ല മെമ്മറി കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. 128 MB IC ആയതുകൊണ്ട് തന്നെ. മെനു ഫംഗ്ഷനിൽ ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ, അതിൽ തന്നെ സാറ്റലൈറ്റ് സ്കാനിങ്, ആന്റിന സെറ്റിംഗ്സ് ഫസ്റ്റ് വരുന്നുണ്ട്. സാറ്റലൈറ്റ് ലിസ്റ്റ്, TP ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. ചാനൽ ലിസ്റ്റിനകത്ത് നമുക്ക് ചാനൽ ഡിലീറ്റ് ഓൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ വിട്ടുപോയിരുന്നു.
ഇത് ഒരു മൊണ്ടേ ചിപ്സെറ്റ് ബോക്സ് ആണ്. 8051 വരുന്ന മൊണ്ടേ ചിപ്സെറ്റ് സാറ്റലൈറ്റ് റിസീവർ ആണ്. HEVC സാറ്റലൈറ്റ് റിസീവർ ആണ്. ഓക്കെ, വൈഫൈ നമ്മൾ അഡീഷണൽ കണക്ട് ചെയ്യണം. ഇൻബിൽട്ട് അല്ല, ഞാനത് നേരത്തെ കാണിച്ചിരുന്നു വൈഫൈ അഡാപ്റ്റർ. ഓക്കെ, വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കുറച്ച് ആപ്സ് ഒക്കെ ഉണ്ട്. എന്നാലും ഇതിന്റെ ഒരു മെയിൻ മെനു ഡിസൈൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ ആപ്ലിക്കേഷൻസും എല്ലാം ഇൻസ്റ്റലേഷനും എല്ലാം ഫ്രണ്ട് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അത്രയും കളർഫുൾ ആയിട്ട് ആ മെനു ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് വൈഫൈ ഒന്ന് കണക്ട് ചെയ്യാം. എൻ്റെ മൊബൈൽ ഹോട്ട്സ്പോട്ട് ആണ് കണക്ട് ചെയ്യുന്നത്. പാസ്വേഡ് കൊടുക്കുക, ഓക്കെ പ്രസ് ചെയ്യാം. ആ കളർ ബട്ടൺ ഏത് കളറാണോ അതിന്റെ കളർ ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഓക്കെ, യെല്ലോ ആയിരുന്നു, യെല്ലോ പ്രസ് ചെയ്തു റിമോട്ടിൽ. ഓക്കെ, നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ വൈഫൈ കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും ഓപ്പൺ ആകത്തില്ല. വൈഫൈ കൊടുത്താൽ മാത്രം പോരാ, നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിരിക്കണം. ഇനി ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാം. യൂട്യൂബ് എല്ലാ ബോക്സിലും വരുന്നൊരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ യൂട്യൂബ് ഒന്നും പ്രോപ്പറായിട്ട് എല്ലാ ബോക്സിലും വർക്ക് ചെയ്യണമെന്നില്ല. നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിന്റെ ഒക്കെ സോഫ്റ്റ്വെയർ മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എപ്പോഴും ചെയ്താൽ മാത്രമേ യൂട്യൂബ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇതാണ് ആന്ന സെറ്റിംഗ്സ്, സാറ്റലൈറ്റ് ലിസ്റ്റ്, TP ലിസ്റ്റ്, അങ്ങനെയുള്ള ഓപ്ഷൻ. ഈ ആന്ന സെറ്റിംഗ്സിലാണ് നമ്മൾ ചാനൽ സ്കാനിങ് ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള സാറ്റലൈറ്റിന്റെ ലിസ്റ്റ് ഒക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് പ്രത്യേകം വേണമെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് ലിസ്റ്റിനകത്ത് പോയിട്ട് പുതിയൊരു സാറ്റലൈറ്റ് ആഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചുവിടെ ആന്ന സെറ്റിംഗ്സിൽ വന്നിട്ട് ആ സാറ്റലൈറ്റ് സെലക്ട് ചെയ്യുക. കെ ബാൻഡ് ആണോ സി ബാൻഡ് ആണോ എന്ന് കൊടുക്കുക, അത് സെലക്ട് ചെയ്യുക. TP ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആഡ് TP ഓപ്ഷൻ, ഗ്രീൻ കളർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് TP ഓപ്ഷൻ വരും. പക്ഷെ ചില സെറ്റ് ടോപ്പ് ബോക്സിൽ നമ്മൾ സാറ്റലൈറ്റിനെ അവിടെ കൊണ്ടുവെക്കുമ്പോൾ താഴെ ഒരു 4 കളർ ബട്ടൺ കാണിക്കും. അത് സാറ്റലൈറ്റ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ളതായിരിക്കും. ആ, നമ്മുടെ TPയുടെ അവിടെ കൊണ്ടുവച്ചിട്ട് കൊണ്ടുവെക്കുമ്പോൾ തന്നെ താഴെ കാണിക്കുന്ന 4 കളർ ബട്ടൺസ് എന്ന് പറയുമ്പോൾ TP ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ളതായിരിക്കും. അതാണ് സാധാരണ 61, 65 അങ്ങനെയുള്ള ചില ബോക്സുകളിൽ വരുന്നത്. ഇതിൽ കുറച്ചുകൂടെ വ്യത്യാസമാണ്. ഇവിടെ എഡിറ്റ് സാറ്റലൈറ്റ്, ആഡ് TP അങ്ങനെ മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസ്പോണ്ടർ ഒക്കെ ആഡ് ചെയ്ത് നോക്കിയാണ്. എന്തായാലും ഒരു സാറ്റലൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നു. TD ഫ്രീ ഡിഷിന്റെ ഒരു സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇതിനകത്ത് GSAT 15 ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് DD എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് തന്നെ സാറ്റലൈറ്റിന്റെ TPs ഒക്കെ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇന്റൽസാറ്റ് 17 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഉള്ള ലിസ്റ്റിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ് ലിസ്റ്റ് വരിക. ഇപ്പൊ ടിക്ക് മാർക്ക് കിടക്കുന്നത് അത് സ്കാൻ ചെയ്യാനുള്ളതാണ്. ആ ടിക്ക് മാർക്ക് മാറ്റി കഴിഞ്ഞാൽ അത് സ്കാൻ ആകത്തില്ല. പുതിയൊരു സാറ്റലൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് റെഡ് ബട്ടൺ പ്രസ് ചെയ്യാം, പേര് കൊടുക്കുക, DD എന്നുള്ള പേര് കൊടുക്കുക. ലോങ്ങിറ്റ്യൂഡ് ഡയറക്ഷൻ 93 എന്നോ അത് കൊടുക്കുക. അപ്പൊ അത് ഒരു 0 കൊടുത്തതിന് ശേഷം വേണം 9 സ്റ്റാർട്ട് ചെയ്യാൻ. 93.5 എന്നോ കൊടുക്കാം. ദെൻ കൺഫേം, യെല്ലോ ബട്ടൺ പ്രസ് ചെയ്യുക. കീ ബാൻഡ് ആണ്, സി ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, സി ബാൻഡ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് കീ ബാൻഡ് ആണ്, യെല്ലോ ബട്ടൺ പ്രസ് ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പൊ സേവ് ആവും. അതിനുശേഷം അതൊന്ന് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കതിന്റെ ഒരു ടിക്ക് മാർക്ക് കാണിക്കും. വീണ്ടും നമുക്ക് TP ഓപ്ഷൻ പോയിട്ട്, TP ലിസ്റ്റിൽ പോയിട്ട് നമുക്ക് സാറ്റലൈറ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ TP ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് TP, ആ ഒരു TP മാത്രം സ്കാൻ ചെയ്യാനാണ് നീല കളർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ എഡിറ്റ് TP ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് സാറ്റലൈറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലിസ്റ്റ് വരും. അവിടെ വേറെ നമുക്ക് പുതിയ സാറ്റലൈറ്റ് ആഡ് ചെയ്ത് സെലക്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് TP ഒന്നുമില്ല. വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ചോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത്, റെഡ് പ്രസ് ചെയ്തിട്ട് ഫ്രീക്വൻസി ടൈപ്പ് ചെയ്യാം. ഇത് ലിങ്ക്സാറ്റ് വെബ്സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്താൽ മതി. ഫ്രീക്വൻസിയും സിമ്പിൾ റേറ്റും പൊളാരിറ്റിയും അതിനകത്ത് നോക്കി LYNGSAT ലിങ്ക്സാറ്റ് വെബ്സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്താൽ മതി. അതിന്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 400-ന് മുകളിൽ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ലിങ്ക്സാറ്റ് വെബ്സൈറ്റിൻ്റെത് എങ്ങനെയാണ് നോക്കുന്നത്, സാറ്റ് ബീം എങ്ങനെയാണ് നോക്കുന്നത്, അതിൽ ബീം ഉണ്ടോ നോക്കുന്നത് എങ്ങനെയാണ്, TP എടുക്കുന്നത് എങ്ങനെയാണ്, സാറ്റലൈറ്റ് ഫൈൻഡറിൽ TP ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്.
ഓൾറെഡി ചാനൽസ് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ചാനൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഡിലീറ്റ് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ മതി. ഇവിടെ ഇൻപുട്ട് പാസ്വേഡ് കൊടുക്കാൻ പറയും. 4 0 കൊടുത്താൽ മതി. എസ് കൊടുക്കുക, എല്ലാ ചാനലും ഡിലീറ്റ് ആവും. എന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് പുതിയ സാറ്റലൈറ്റിനകത്തോട്ട് ചാനൽസ് ആഡ് ചെയ്യാം. ഓൾറെഡി എനിക്ക് ഡിഷിൽ സിഗ്നൽ ഉണ്ട്, അതുകൊണ്ട് ടി പി ആഡ് ചെയ്ത് സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. ടി പി ആഡ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡിഷ് അലൈൻമെന്റ് ചെയ്യുമ്പോഴാണ് ടി പി ആഡ് ചെയ്തിട്ട് അത് വെച്ച് സിഗ്നൽ എടുത്തതിന് ശേഷം ബ്ലൈൻഡ് സ്കാൻ ചെയ്യുന്നത്. ബ്ലൈൻഡ് സ്കാൻ എന്ന് പറയുമ്പോൾ സാറ്റലൈറ്റിലുള്ള എല്ലാ കെയ് ബാൻഡ് ഇതാണെങ്കിൽ കെയ് ബാൻഡ് ചാനൽസ് ടി പിസ് എല്ലാം സേവ് ആവും. എന്തായാലും ഡി ഡി ഞാൻ സെലക്ട് ചെയ്തു. കെയ് ബാൻഡ് ആണ് LNB ടൈപ്പ് വരുന്നത്. ഈ ഒരു ടി പി നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കാൻ ആഡ് ചെയ്തിട്ടതാണ്. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പോയി ഡിലീറ്റ് ചെയ്യാം. അതിന് ഓപ്ഷൻ വേറെ ഓപ്ഷൻ ഉണ്ട്. ടി പി ലിസ്റ്റിൽ പോയിട്ട് വേണം ഡിലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ ഇട്ടേക്കാണ്. ബ്ലൈൻഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇതൊന്നും എടുക്കത്തില്ല. സാറ്റലൈറ്റിലുള്ള ഫുള്ള് ടി പിയും ചാനൽസും ആണ് സേവ് ആവുന്നത്. ഡൈസൊക്കെ ഞാൻ 4ന്റെ കൊടുത്തിട്ടുണ്ട്. അതിൽ 4ാമത്തെ പോർട്ടിലാണ് ഡി ഡി ദൂരദർശൻ കൊടുത്തിരിക്കുന്നത്. 1.1 എന്ന് പറയുമ്പോൾ 16 പോർട്ട് വരെയുള്ള ഡൈസ സ്വിച്ച് ആണ്. അതിൽ തന്നെയാണ് 8ന്റെയും കൊടുക്കുന്നത്. സ്കാൻ മോഡ് ഞാൻ FTA ചാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സണ്ണും ഡി ഡി ഫ്രീഡിഷും കൂടെ ആണ്. അപ്പോൾ പെയ്ഡ് ചാനൽസ് അതിനകത്ത് വന്ന് സ്കാമ്പിൾ ചാനൽസ് വന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് FTA ഉള്ളിൽ കൊടുക്കുന്നത്. ഞാൻ ബ്ലൈൻഡ് സ്കാൻ ചെയ്യുന്നു. ബ്ലൈൻഡ് സ്കാൻ ചെയ്യുമ്പോൾ സാറ്റലൈറ്റുള്ള എല്ലാ ടി പിസും ചാനൽസും ഇങ്ങോട്ട് സേവ് ആവും. ഓക്കെ. പിന്നെ സാറ്റലൈറ്റ് സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ സാറ്റലൈറ്റിനകത്ത് എത്ര ടി പിസ് ഉണ്ടോ അതെല്ലാം സ്കാൻ ആവും. പിന്നെ ടി പി സ്കാൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ടി പി സ്കാൻ ആവും. ഓക്കെ. പിന്നെ മൾട്ടി സാറ്റലൈറ്റ് സ്കാൻ ചെയ്യാം. 1-2 സാറ്റലൈറ്റ് ടിക്ക് എടുത്തിട്ട് എല്ലാം കൂടെ സ്കാൻ ചെയ്യാം നമുക്ക്. ഫാസ്റ്റ് ചാനൽ സ്കാനിങ് ആണ്. ഞാൻ കുറച്ച് പോർഷൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, എന്നാലും ടൈം നോക്കിയാൽ കാണാൻ പറ്റും. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് തന്നെ ഫുള്ള് സ്കാനിങ് കഴിഞ്ഞു. ആദ്യം ഹൊറിസോണ്ടൽ സ്കാൻ ചെയ്ത് പകുതി വരാകുമ്പോൾ കുറച്ച് സമയം നിൽക്കുന്നതാണ്. എന്നിട്ട് അതിനുശേഷം വെർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് കഴിഞ്ഞ് ഫിനിഷ് ആവും. എന്തായാലും 2 മിനിറ്റ് 8 സെക്കൻഡ് കൊണ്ട് തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല സ്പീഡിലാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ, വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പീഡിലാണ് സ്കാനിങ് നടക്കുന്നത്. കാരണം അത്രയും പ്രോസറും അത്രയും കുഴപ്പമില്ല. മെമ്മറി അത്യാവശ്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ കുറച്ച് സ്മൂത്ത് ആണ്, ഫാസ്റ്റ് ആണ്. ഇതിൽ 4 അവർ യൂസ് ചെയ്യാം. അതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫ്രണ്ട് സൈഡിൽ നിന്ന് അതിന്റെ ക്യാബിനൊന്നും ഞാൻ കാണിച്ചില്ല, ജസ്റ്റ് ബോർഡ് മാത്രമാണ് കാണിച്ചത്. അതിൽ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. 1-2 വീഡിയോക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ട് മുമ്പുള്ള വീഡിയോ ആയിരിക്കാം. അതൊന്ന് കണ്ടാൽ മതി. അപ്പൊ ഈ സെയിം ഇത് തന്നെയാണ്, ബോക്സ് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഫ്രണ്ട് അതിന്റെ പേരൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു, വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു. ജസ്റ്റ് ബോർഡ് മാത്രമാണ് കാണിച്ചത്. അപ്പൊ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. നമുക്ക് HVC ഫംഗ്ഷൻ തന്നെ വർക്ക് ചെയ്യും. ഓക്കെ. HVC ചാനൽ 91-ലെ 4 അവർ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഞാൻ അതിന്റെ ഒരു ഓപ്ഷൻ കൂടെ കാണിക്കുകയാണ്. ഇൻഫോ പ്രസ് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡിഷ് ട്രാക്ക് ചെയ്യുന്നവർക്ക് അതും ഒരു ഉപകാരമാണ്. ഡിഷ് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാം. ഇൻഫോ സിഗ്നൽ കാണിക്കുന്നുണ്ട് ഈ ഒറിജിനൽ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ സോഫ്റ്റ്വെയർ മാറിയാൽ ഈ ഓപ്ഷൻ കിട്ടത്തില്ല. ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇത് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. 85 83 സിഗ്നൽ മാറി മാറി കാണിക്കുന്നുണ്ട്. ഇൻഫോ പ്രസ് ചെയ്താൽ മതി. 2 പ്രാവശ്യം പ്രസ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സിഗ്നൽ കാണിക്കും. ഓക്കെ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.